ദ ജേർണലിസ്റ്റിലേക്ക് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി വെറും താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും അധികം വൈകാതെ ദിലീപിനെ പിടിച്ചകത്തിടുമെന്നുമുള്ള സ്വപ്നത്തിലാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും മുഖ്യധാര ചാനലുകളും. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 8.5 വർഷക്കാലത്തോളമായി അവർ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ്. ഇക്കാലം അത്രയും കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയുമൊക്കെ അവർക്ക് മുന്നിലേക്ക്, ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് നിരന്തരമായി ദിലീപ് കുറ്റവാളിയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം മനസ്സിൽ അടിഞ്ഞുകിടന്ന ഒരു കാര്യം പൊടുന്നനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആർക്കും അത് ഉൾക്കൊള്ളാനാകില്ല, വിശ്വസിക്കാനാകില്ല. എന്ന് മാത്രമല്ല, കുറ്റവിമുക്തനാക്കപ്പെട്ട് ദിലീപ് ഇറങ്ങി വന്ന ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം, ഇതുവരെ ഉണ്ടായ സാധുവായ ഭാവത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റം, ആ ഭാവമാറ്റത്തിൽ മഞ്ജുവിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ പണിയും എന്ന പരോക്ഷമായ പ്രഖ്യാപനം, അതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്കും മഞ്ജു വാര്യർക്കുമൊക്കെ പോലീസ് സെക്യൂരിറ്റി ഏർപ്പെടുത്തണമെന്നതടക്കമുള്ള നിരവധി വാദങ്ങൾ ദിലീപിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ദിലീപിനെ വിടാതെ പണിയും എന്ന പ്രഖ്യാപനം ആദ്യം നടത്തിയത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുൻ ചീഫ് എഡിറ്ററും ഇപ്പോൾ CPM-ന്റെ ബൗദ്ധിക വിഭാഗത്തിൻ്റെ തലവൻ എന്ന നിലയിൽ കാണാൻ സാധിക്കുന്നതുമായ വ്യക്തിയായ MV നികേഷ് കുമാറാണ്. നമുക്കറിയാം, MV നികേഷ് കുമാറാണ് റിപ്പോർട്ടർ ചാനലിലൂടെ നിരന്തരമായി ദിലീപിനെ വേട്ടയാടിയത്, അല്ലെങ്കിൽ ദിലീപിനെ കടന്നാക്രമിച്ചത്. വേട്ടയാടി എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഭാഷമാണ്. കടന്നാക്രമിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ, നികേഷ് കുമാറിൻ്റെ ശൈലിയാണ്. എന്തു തന്നെയായാലും ഈ ദിലീപ് കേസ്, നടി ആക്രമിക്കപ്പെട്ട കേസ് വിസ്മൃതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് വലിച്ചിട്ട് വീണ്ടും സജീവ ചർച്ചയാക്കുകയും ബാലചന്ദ്രകുമാറിനെ അവതരിപ്പിക്കുകയും അതിനുശേഷം ഈ കേസിൽ നിർണായകമായ നിരവധി വെളിപ്പെടുത്തലുകൾ, പൾസർ സുനിയുടെ വോയിസ് റെക്കോർഡ്, ദിലീപിൻ്റെ സഹോദരൻ്റെ വോയിസ് റെക്കോർഡ് തുടങ്ങി അന്വേഷണ സംഘം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിവരങ്ങളും നിരന്തരമായി ജനങ്ങളിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ചാനലായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ വ്യക്തിപരമായി ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്നത് അതിജീവിതയ്ക്കൊപ്പം തന്നെ MV നികേഷ് കുമാറിനും കൂടിയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന് അനുകൂലമായ വിധി വന്ന സെക്കൻഡുകൾക്കുള്ളിൽ റിപ്പോർട്ടർ ചാനലിൽ ലൈവായി MV നികേഷ് കുമാർ ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ വിധി തെറ്റാണ് എന്ന് പരിപൂർണമായി പറഞ്ഞില്ലെങ്കിലും ഈ വിധി ആശാസ്യമല്ല, ഇതിങ്ങനെയല്ല വരേണ്ടത്, മേൽക്കോടതിയിൽ പോകും, ദിലീപിനെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കും എന്ന് MV നികേഷ് കുമാർ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ നീരസമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു, വലിയ ആശങ്കയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് ഉറക്കെ പറഞ്ഞവരിൽ ഏറ്റവും പ്രധാനി MV നികേഷ് കുമാറുമായിരുന്നു. മറുവശത്ത് ദിലീപിന് വേണ്ടിയുള്ള വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, ദിലീപിനെ മതപരമായി വേട്ടയാടുന്നു എന്ന നിലയിലുള്ള പ്രചാരണങ്ങൾ വരുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങൾ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രചാരണങ്ങൾ നടത്തുന്നു. എന്ന് മാത്രമല്ല, ദിലീപിന് കോടതി വിധി ദിലീപിന് അനുകൂലമാണ്. സ്വാഭാവികമായിട്ടും ദിലീപിന് അത് വിജയമാണെന്ന് തന്നെ പറയണം, അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹം 8.5 വർഷക്കാലം വിചാരണ നേരിട്ടു, മാധ്യമങ്ങളുടെ ചീത്തവിളി കേട്ടു. എന്നിട്ട് ഒരു ദിവസം കോടതി കുറ്റവിമുക്തനാക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ആഘോഷിക്കാം. ആഘോഷിച്ചില്ലെങ്കിലാണ് തെറ്റ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ഫാൻസിനും ഒക്കെ ആഘോഷിക്കാം, അവരിത് ചെയ്യുകയും ചെയ്യും. അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ വിധി അന്തിമമല്ല എന്ന് കേരള ജനതയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വിളിച്ചു പറഞ്ഞത് MV നികേഷ് കുമാറാണ്. MV നികേഷ് കുമാറിൻ്റെ ആ ഒരു പരാമർശം വന്നതിന് പിന്നാലെ CPM സൈബർ കേന്ദ്രങ്ങൾ മുഴുവൻ ദിലീപിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു. എന്നാലോചിക്കുക, പിണറായി സർക്കാർ, LDF സർക്കാർ ഭരിക്കുന്ന സമയത്താണ് പിണറായി സർക്കാരിന് കീഴിലുള്ള പോലീസ് പ്രോസിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോയൊരു കേസിലാണ് അതിദയനീയമായ വിധത്തിൽ പ്രോസിക്യൂഷൻ്റെ ദിലീപിനെതിരായ വാദങ്ങൾ പൊളിഞ്ഞു വീഴുകയും ദിലീപിന് ജാമ്യം കിട്ടുകയും ചെയ്യുന്നത്. ആ കേസിൽ പ്രധാനപ്പെട്ട കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് പ്രോസിക്യൂഷനും പോലീസിനും അഭിമാനകരമായ നേട്ടമാണ്. എങ്കിലും പൊതുസമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ ആ നീക്കം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ദിലീപിന് ശിക്ഷ കിട്ടണം. ചാനലുകളുടെ വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ദിലീപിന് ശിക്ഷ കിട്ടണം. പിണറായി സർക്കാരിൻ്റെ മുഖം രക്ഷിക്കണമെങ്കിൽ ദിലീപിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. ഈ നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് MV നികേഷ് കുമാറിൻ്റെ ഒരൊറ്റ ലൈവ് ചർച്ചയാണ്. അതായത് വിധി വന്ന ഉടനെ തന്നെ നികേഷ് കുമാർ ചർച്ചയിൽ വരുന്നു,
ഒരുപാട് സമയം അദ്ദേഹം ആ ചാനലിലെ ചർച്ചയിൽ ചെലവഴിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് ദിലീപ് കുറ്റവാളിയാണ്, ദിലീപിനെതിരെ നിരവധിയായ തെളിവുകളുണ്ട്, ഈ കേസിൽ പല അട്ടിമറികളും നടന്നിട്ടുണ്ട്, ദിലീപിനെതിരെ ഇനിയും മേൽക്കോടതിയിൽ പോയാൽ ദിലീപ് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതായത് CPM-ന്റെ ഒരു പ്രമുഖ നേതാവാണ്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ബൗദ്ധിക വിഭാഗം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ, അതായത് അവരുടെ സൈബർ വിഭാഗം, ചാനലുകൾ, മീഡിയ, PR വർക്കുകൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് MV നികേഷ് കുമാർ. അതുപോലെ തന്നെ P സരിൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഴയ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവൻ ഇപ്പോൾ CPM-ൽ നികേഷ് കുമാറിനോടൊപ്പം ചേർന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം CPM-ന്റെ സൈബർ ഹാൻഡിലുകളെ പൊതുസമൂഹത്തിൽ CPM-മായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലൊരു വിഷയത്തിൽ CPM എങ്ങനെ ഇടപെടണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചർച്ചകൾ ആരംഭിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ ഇവരുടെ നേതൃത്വത്തിലാണ് അത്തരം നീക്കങ്ങൾ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തേണ്ട കേന്ദ്രമാണ് MV നികേഷ് കുമാർ. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പൊട്ടിച്ച ആ ബോംബ്, അതായത് ദിലീപ് പണമെറിഞ്ഞ് കേസ് അട്ടിമറിച്ചു എന്ന പ്രചാരണത്തിന് തുടക്കമിടുന്ന വിധത്തിൽ നടത്തിയ ആ ഒരു വലിയ ഡിബേറ്റ്, ആ ചർച്ച, അത് CPM-ന് വലിയ കുരിശായിട്ടുണ്ട്, CPM-ന് വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട്. കാരണം പിണറായി സർക്കാരിന് കീഴിലാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ പരാജയപ്പെട്ടത്. പ്രോസിക്യൂഷൻ്റെ പരാജയമാണെങ്കിലും അത് സർക്കാരിൻ്റെ കൂടി പരാജയമാണ്, പോലീസിൻ്റെ പരാജയമാണ്, സർക്കാർ അഭിഭാഷകരുടെ പരാജയമാണ്. അങ്ങനെ തന്നെ അത് വിലയിരുത്തും. അപ്പം അതിജീവിതയ്ക്ക് നീതി വേഗം കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ സർക്കാർ ദിലീപിന് മുന്നിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ദിലീപ് പർച്ചേസ് ചെയ്തു എന്ന MV നികേഷ് കുമാർ തുറന്നു വിട്ട ആരോപണങ്ങളെ അംഗീകരിക്കേണ്ടി വരും സർക്കാരിന്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് അട്ടിമറിയാണ് നടന്നത്, എവിടെയാണ് പിഴച്ചത് എന്ന് കണ്ടെത്തി ദിലീപിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങേണ്ടി വരും. അതാണിപ്പോൾ സംഭവിച്ചത്. MV നികേഷ് കുമാർ ദിലീപിനെ തൂക്കും എന്ന നിലയിൽ തന്നെ നിലപാടെടുത്തപ്പോൾ സർക്കാരിനും ആ വഴിക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ സർക്കാർ അതിൽ കുറെ കൂടി ജാഗ്രത കാണിച്ചു. പിണറായി വിജയൻ, മന്ത്രി V രാജീവ്, വീണ ജോർജ്, സജി ചെറിയാൻ തുടങ്ങി മുഖ്യമന്ത്രിയും സകല മന്ത്രിമാരും ദിലീപിനെതിരെ ശക്തമായ നിലപാടുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. മേൽക്കോടതിയിലേക്ക് ദിലീപിനെ പൂട്ടുന്ന വിധത്തിൽ കൃത്യമായ ഹർജിയുമായി പോകാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മറുവശത്താണെങ്കിൽ ദിലീപിൻ്റെ ഭാഗം നോക്കുക. ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന് ഏറ്റവും കൂടുതൽ പകയുള്ള ആളുകളിൽ ഒന്നാമത്തെ ആൾ MV നികേഷ് കുമാർ തന്നെയായിരിക്കും. മറ്റൊരു ഓൺലൈൻ ചാനലുകാരനുണ്ട്, കൊച്ചിയിലെ ഒരു ഓൺലൈൻ റിപ്പോർട്ടറുണ്ട്. ഇവരാണ് പല കള്ളക്കഥകളും മെനഞ്ഞത്. പക്ഷേ ഇവർ ദിലീപ് കുറ്റമുക്തനായ നിമിഷം മുതൽ ദിലീപിൻ്റെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ ചില വിവരങ്ങളനുസരിച്ച് ദിലീപുമായി അടുത്ത ചില ആളുകൾ വഴി തങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്ന ചില ആളുകൾ ഉണ്ട്, ചില ഓൺലൈൻ റിപ്പോർട്ടർമാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ ദിലീപിൻ്റെ കാല് വീണ് കരയുകയാണ്. കാരണം ദിലീപ് പണിയുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള പണിയാണെങ്കിൽ തന്നെ അത് ഇവർക്ക് വലിയ കുരുക്കാവും. കാരണം ദിലീപിനെതിരെ ആസൂത്രിതമായി പല വാർത്തകളും വീഡിയോകളും പല തെറ്റായ വിവരങ്ങളും ഒക്കെ അവരുടെ ഓൺലൈൻ സങ്കേതങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റമുക്തനായ സ്ഥിതിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തെ കൂടി കുരുക്കാൻ ഈ ഓൺലൈൻ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദിലീപിന് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓൺലൈൻ കേന്ദ്രങ്ങളൊക്കെ ദിലീപിൻ്റെ കാലിൽ വീഴുന്ന സാഹചര്യം, ദിലീപിനെതിരെ എടുത്ത നിലപാടുകൾ മുഴുവൻ തിരുത്തി ദിലീപിനെ വാഴ്ത്തിപ്പാടുന്ന ഒരു സാഹചര്യം മറുവശത്തുണ്ട്. അപ്പോഴാണ് MV നികേഷ് കുമാർ ശക്തമായി ദിലീപിനെതിരെ രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും ദിലീപ് ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കാൻ സാധ്യതയുള്ള ഒരാൾ MV നികേഷ് കുമാറാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ദിലീപ് മാധ്യമങ്ങളെ കണ്ടതൊഴിച്ചാൽ പിന്നീട് ഒരു വാർത്താ സമ്മേളനം ദിലീപ് വിളിച്ചിട്ടില്ല. ദിലീപിനെ ബന്ധപ്പെടുന്ന മാധ്യമപ്രവർത്തകർക്ക് എപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നത് സംബന്ധിച്ച് യാതൊരു അറിവും കിട്ടിയിട്ടില്ല. പക്ഷെ ദിലീപ് തന്നെ കുരുക്കിയ മാധ്യമ പ്രവർത്തകരെയും തനിക്കെതിരെ നുണ പറഞ്ഞ മാധ്യമ സ്ഥാപനങ്ങളെയും പൂട്ടുന്ന വിധത്തിൽ തന്നെ ശക്തമായി തിരിച്ചടിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. തന്നെ കുടുക്കിയതാണ് വ്യക്തമായി, ഭരണ സംവിധാനവും പോലീസിനെ ഉപയോഗിച്ച് തന്നെ കുടുക്കിയതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് CBI അന്വേഷണം അടക്കം ആവശ്യപ്പെടാൻ ദിലീപ് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ സകല ആളുകളും ആ കേസിൻ്റെ ഭാഗമാകും. അവർക്കും ഒരുപാട് സമയനഷ്ടമുണ്ടാകും. അവർക്കും കേസ് CBI ഏറ്റെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചവരൊക്കെ കുടുങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അതിവേഗത്തിൽ ദിലീപിനെ തൂക്കുക, വീണ്ടും ദിലീപിനെ അഴിക്കുള്ളിലാക്കുക എന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് നികേഷ് കുമാർ ശ്രമിക്കുന്നത്. അത് പാർട്ടിയെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം ദിലീപ് രക്ഷപ്പെട്ടു, സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് സർക്കാരിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പും പോലീസും പ്രോസിക്യൂഷനും നിയമവകുപ്പും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നികേഷ് ഒരു ബോംബ് പൊട്ടിച്ചതോടെ
മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും ദിലീപിനെതിരെ രംഗത്ത് വരുന്നു. സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ദിലീപിനെ പൂട്ടും എന്ന നിലപാടിലേക്ക് വരികയാണ്. അത് ഒരുപക്ഷെ നികേഷിന് രക്ഷയാകും. കാരണം ദിലീപ് ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിനും വ്യക്തിപരമായി നികേഷ് കുമാറിനും വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. ദിലീപ് ഏതൊക്കെ തരത്തിലാണ് പകവീട്ടുക, ഏതൊക്കെ രീതിയിലാണ് നിയമ പോരാട്ടം നടത്തുക, നിയമപരമായി ഈ ചാനലുകൾക്കെതിരെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന കാര്യത്തിലൊന്നും നമുക്ക് ധാരണയില്ല. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശമൊക്കെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ. അത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപിനും അതിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലും പണികളൊക്കെ തിരിച്ചു കൊടുക്കാൻ തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ദിലീപിൻ്റെ സ്വകാര്യത പോലും ഹനിച്ചുകൊണ്ട് അയാളുടെ വീടിനുള്ളിലേക്ക് ഡ്രോൺ ഇറക്കിയിട്ട് ദിലീപിനെ അവഹേളിച്ചവരാണ്. സ്വകാര്യത പോലും മാനിക്കാത്ത പ്രവർത്തനമാണ്, മോശപ്പെട്ട പ്രവർത്തനമാണ് റിപ്പോർട്ടർ ഈ അവസാന ഘട്ടത്തിൽ നടത്തിയത്. പക്ഷെ എന്തായാലും പറഞ്ഞു വരുന്നത്, നികേഷ് കുമാറിനെതിരെ ദിലീപ് നീങ്ങാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മുഴം മുന്നേ എറിഞ്ഞ് ദിലീപിനെ അടപടലം പൂട്ടുക, ദിലീപിനെതിരായ സൈബർ ആക്രമണം ഉൾപ്പെടെ ചാനൽ ആക്രമണം ഉൾപ്പെടെ ശക്തിപ്പെടുത്തുക എന്ന നിലയിലേക്ക് ഒരു ആഹ്വാനം നികേഷ് കുമാർ കൊടുത്തു. അത് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു. അതാണിപ്പോൾ ചർച്ച. ദിലീപിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ വളരെ കുറവും ദിലീപിനെതിരായ വികാരം പങ്കുവയ്ക്കുന്നവർ അതിൻ്റെ എത്രയോ മടങ്ങും എന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയയും പൊതുസമൂഹത്തിലെയും കാഴ്ചകൾ മാറിയിരിക്കുന്നു. ഇനി ദിലീപിനെതിരെ എന്തൊക്കെ നീക്കങ്ങളാണ് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ, CPM-ൻ്റെ നേതൃത്വത്തിൽ, ദിലീപിനെതിരാളികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തിരിച്ചടിക്കാൻ ദിലീപും ഒരുങ്ങുമ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.